ഹലോ അസ്സാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലേ, നമ്മളുടെ ഇടയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അതെനിക്കറിയാം, നിങ്ങൾക്കും അറിയാം, ഖുർആൻ ഓതാൻ അറിയാത്തവരായിട്ടല്ലേ. ഖുർആൻ ഓതാൻ അറിയാത്തവരായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. ഒരു പക്ഷേ അവർ നമ്മളോട് ചിലപ്പോൾ പുറത്ത് പറയുന്നുണ്ടാവില്ല, എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് മറന്നുപോയി എന്നൊന്നും പറയാറുണ്ടാവില്ല. കാരണം എന്താണ്, അത് നമുക്കൊരു തരം മടി ഉണ്ടായിരിക്കും. കാരണം നമ്മളൊരു മുസ്ലിമാണ്, ഒരു മുസ്ലിമായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഓതാൻ അറിയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ലൈഫിലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് ഖുർആൻ ഓതാൻ അറിയില്ല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു മടി ഉണ്ടാവും, ഒരു നാണം. ഇനിയിപ്പോൾ എന്നെക്കുറിച്ച് അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരിത്. എന്തായാലും ഞാൻ പറയട്ടെ, എൻ്റെ ഇത്രയും വർഷത്തിലുള്ള ജീവിതത്തിനിടയ്ക്ക് ഒരുപാട് പേര് എന്നോട് എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല എന്ന്, വയസ്സായവരായിക്കോട്ടെ പ്രായമില്ലാത്തവരായിക്കോട്ടെ, 65 വയസ്സായിക്കോട്ടെ 70 വയസ്സായിക്കോട്ടെ, ഇത്രയും വയസ്സുള്ള ആളുകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർ പഠിക്കാൻ വേണ്ടിയിട്ട് എന്നോട് കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് അവരെന്നോട് പറയാറുണ്ട്, എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല മോളെ, എനിക്ക് പഠിക്കണം നല്ല ആഗ്രഹമുണ്ട്, ഞാൻ ചെറുപ്പത്തിലാകെ 3-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ 5-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, എനിക്കറിയില്ല മോളെ, എനിക്ക് പഠിക്കണം, എനിക്ക് നല്ല വിഷമമാണ്, മറ്റുള്ളവർ ഓതുന്നത് കാണുമ്പോൾ എനിക്ക് ഓതാൻ പറ്റാതിരിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമാണ്, പക്ഷെ ഞാൻ ആരോടും പറയൊന്നുമില്ല. അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. ഞാൻ അവർക്ക് ഖുർആൻ ഓതാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഇടയിലും ഒരുപാട് ആൾക്കാരുണ്ടാക്കും. ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരിലും ഒരുപാട് ആൾക്കാരുണ്ടാക്കും, അത് ഉറപ്പാണ്. പക്ഷേ ഖുർആൻ ഓതാൻ അറിയില്ല എന്നുള്ള പേരിൽ നിങ്ങളുടെ മനസ്സിൽ നല്ലൊരു വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ വിഷമമാണ്, എനിക്ക് ഖുർആൻ ഓതാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് നിങ്ങൾക്ക് നല്ല വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ കേട്ടോ. കാരണം നമ്മൾ ഭാഗ്യവാന്മാരാണ്. ചില ആളുകളുണ്ട് ഖുർആൻ ഒന്നും ഓതാൻ അറിയണ്ടാവില്ല, പക്ഷെ അതിനെക്കുറിച്ച് ചിന്തയേ ഉണ്ടാവില്ല. ചില ആളുകൾക്ക് ഖുർആൻ ഓതാൻ അറിയാം, എന്നിട്ടും ഓതാറും ഉണ്ടാവില്ല. അതിനൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഖുർആൻ ഓതാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ അറിവില്ല, അതാണ് പ്രശ്നം. എനിക്ക് നോക്കി ഓതാൻ അറിയില്ല, അറബി വായിക്കാൻ അറിയില്ല. എന്നാലും നിങ്ങൾ ചിന്തിച്ചല്ലോ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടല്ലോ, അതോർത്ത് വിഷമമുണ്ടല്ലോ, അപ്പം എന്ത് ചെയ്യാണ്, നമ്മൾ ഭാഗ്യവാന്മാരാണ്. അല്ലാഹു തആല അടുക്കൽ നമുക്ക് പ്രത്യേകമായിട്ടൊരു സ്ഥാനം തന്നെ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും നമ്മൾ ഖുർആൻ ഓതാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് അറിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കല്ല, നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതല്ലേ നമ്മുടെ ഒരു കുറവാണ് ഖുർആൻ ഓതാൻ അറിയില്ല എന്ന് പറയുന്നത്, നമ്മുടെ ഒരു കുറവാണ്. ആ ഒരു കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരേ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ, അത് ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ ഖുർആൻ പഠിക്കാം? ഖുർആൻ പഠിക്കാൻ ഒരുപാട് വഴികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പ്രധാനപ്പെട്ടൊരു വഴി എന്നല്ല, ഒരുപാട് ആൾക്കാർ ഖുർആൻ പഠിച്ചു പോയൊരു വഴിയാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ കീഴിൽ നമ്മൾ ഖുർആൻ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എന്നോട് ഒരുപാട് പേര് ഖുർആൻ ഓതാൻ അറിയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഞാൻ തന്നെയാണ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇടയിൽ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ആൾക്കാർ ഖുർആൻ ഓതാൻ അറിയാത്ത ആൾക്കാരുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയിട്ട് മടിയായിരിക്കും, പക്ഷേ എന്നോട് പറയാറുണ്ട്. കാരണം ഞാൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ എന്നോട് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഞാൻ പഠിപ്പിച്ചു തരും. 20 ദിവസം കൊണ്ടാണ് നമ്മൾ പഠിപ്പിച്ചു തരുന്നത് കേട്ടോ. 20 ദിവസം കൊണ്ട് ഇൻഷാ അല്ലാഹ് പൂർണ്ണമായിട്ട് നമ്മൾ ഖുർആൻ പഠിപ്പിച്ചു തരും. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, 20 ദിവസം കൊണ്ടൊക്കെ നടക്കുമെന്ന്. അപ്പോൾ 100% നടക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഖുർആൻ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉള്ളൊരു സംശയമാണ് 20 ദിവസം കൊണ്ട് പഠിക്കുക എന്നുള്ളത്. പക്ഷേ 20 ദിവസം കഴിയുമ്പോഴത്തേക്കും താനെ പഠിച്ചിരിക്കും. പിന്നെ നമ്മൾ പഠിപ്പിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ അതിനനുസരിച്ച് പ്രാക്ടീസ് കൂടി ചെയ്യണം. അന്നാന്ന് പഠിച്ച് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ആക്കും ഒരേ വേഗതയിൽ നമ്മൾ ഓടണം, എന്നാലേ 20 ദിവസം കൊണ്ടൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ ഫീസിൻ്റെ കാര്യം പറയാം. നമുക്ക് 2 തരത്തിലുള്ള ക്ലാസ് ഉണ്ട്. ബാച്ചായിട്ടുള്ള ക്ലാസ്സുകളും ഉണ്ട്, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഉണ്ട്. ബാച്ചായിട്ടുള്ള ക്ലാസ്സുകൾക്ക് ഫീ വരുന്നത് 800 രൂപയാണ്. പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സിന് ഫീ വരുന്നത് 1000 രൂപയാണ്. ഇപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ, ബാച്ചായിട്ടുള്ള ക്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് ബാച്ചായിട്ടൊരു ബാച്ച് ഉണ്ടാകും, അതിലേക്ക് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇട്ട് തരുമായിരിക്കും ചെയ്യുക. ഇനി പേഴ്സണലൈസ്ഡ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ ചെയ്യുക, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ് ഇട്ട് തരും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളോട് വർക്ക് ചെയ്യാനും അങ്ങനെ കുറച്ചും കൂടി ഒരു സൗകര്യം ഉണ്ടാകും പേഴ്സണലൈസ്ഡ് ആകുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. രണ്ടും നല്ലതാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ.
അപ്പോൾ 800 രൂപയും 1000 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇനി സമയത്തിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ സമയം നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ആകുന്നത് അപ്പം നിങ്ങൾക്ക് ക്ലാസ് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈവായിട്ടുള്ള ക്ലാസ്സുകളല്ല കേട്ടോ. ലൈവായിട്ടുള്ള സെക്ഷൻസ് അല്ലാത്തതുകൊണ്ട് തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി താല്പര്യമുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോൻ്റെ താഴെ മോർ എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കിടക്കും. അപ്പോൾ അറിയാത്തവരുണ്ടാകും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഞാൻ ആ ഒരു ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ അവിടെ ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ നമ്പർ വേറെ ആർക്കും കാണാൻ പറ്റില്ല, നിങ്ങൾക്കും വേറെ ആരുടെ നമ്പറും കാണാൻ പറ്റില്ല. കാരണം ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അഡ്മിന് നിങ്ങളുടെ നമ്പർ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അഡ്മിൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരണം നിർബന്ധമായിട്ടും. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇൻഷാ അല്ലാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളൊക്കെ കാണാം. എന്തായാലും 20 ദിവസം കൊണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് തരുന്നുള്ളത് 100% ഉറപ്പാണ്. പറ്റിക്കൊന്നുമില്ല, നമ്മൾ ക്യാഷ് നിങ്ങൾ വെറുതെ പോകില്ല ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതിലേക്കും അസ്സലാമു അലൈക്കും.